മണൽ മാഫിയയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സർക്കാർ എന്നേ ഞാൻ പറയുന്നുള്ളൂ, എന്നെ അവിടുന്ന് മാറ്റിയതാണ്. അപ്പോൾ അതോടെ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി പിന്നെ ആർക്കും അത് താല്പര്യമില്ല. പിന്നെ ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രെഡ്ജറിനെ വിവാദമാക്കി. ഇതിൻ്റെ ആഴം 7 മീറ്ററിൽ നിന്ന് 9 മീറ്റർ ആക്കി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, 7 മീറ്ററിൽ നിന്ന് 9 മീറ്റർ ആക്കിയെന്നോ? 7 മീറ്റർ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിലാണല്ലോ, അപ്പോൾ 10-20 അടിയാണേ. അപ്പോൾ അത് ആര് പോയി എങ്ങനെ നോക്കിയെന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ഇവർ ഈ കല്ലിട്ടിട്ട് ഇങ്ങനെ ഇതിലാണ്. അപ്പോൾ ഇത്രയും ബേസിൻ മുഴുവൻ ഇങ്ങനെ എല്ലായിടത്തും 9 മീറ്റർ ആയോ? അപ്പോൾ അത് എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഇത് ഒരു ഭയങ്കര അഴിമതി നിറഞ്ഞ മേഖലയാണ് ഈ ഡ്രെഡ്ജിങ് എന്നുള്ളത് മനസ്സിലായി. അത് ഗവൺമെൻറ്റിൽ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ഗവൺമെൻറ് ജിയോ ഇറക്കി, അത് വാങ്ങിച്ചു. ഗവൺമെൻറ്റിൽ നിന്ന് പണം കൊടുക്കുന്നു, SBI മുഖാന്തരം പണം കൊടുക്കുന്നത്. അതിന് ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒറ്റയാളെ മാത്രം പ്രതിയാക്കിയിട്ട് പിന്നീട് ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ട് എന്നെ മാത്രം കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു കേസാണ്. കേരളം പ്രബുദ്ധത എന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ ഒന്നാമത്തെ ഒരു നമ്പർ 1 ശത്രു, കേരളത്തിൻ്റെ ശത്രു. ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ അവിടെ പ്രേതം പോലെ നിൽപ്പുണ്ട്. കാരണം എന്നെ അവിടുന്ന് മാറ്റിയ ശേഷം എന്നെ എങ്ങനെയെങ്കിലും വേട്ടയാടുക, ഈ നീണ്ടകരയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ താല്പര്യം. അത് വിവരമില്ലാത്ത മുഖ്യമന്ത്രിമാർ ഇവിടെ ഭരിച്ചതുകൊണ്ടുള്ള, അതുപോലെ വിവരമില്ലാത്ത ആൾക്കാർ അത് പിന്നീട് ഇവിടെ ഭരിച്ചുകൊണ്ട്, പക്ഷേ വീണ്ടും ഇപ്പം ഒരു കാഴ്ചപ്പാടുള്ളൊരു മുഖ്യമന്ത്രി ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിൽ DGP റാങ്കിലുള്ള ഒരാളെ അതിന് മുമ്പ് ഒരിക്കലും MD ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല, ഇല്ലല്ലോ, അതിൻ്റെ ചരിത്രത്തിലില്ല. കാരണം അത് ബ്രിട്ടീഷുകാരുള്ള സമയത്തിന് 1924 മറ്റോ തുടങ്ങിയ സാധനമാണ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഇപ്പോൾ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ, അന്ന് ഫയൽ വരെ ഈ അവിടുന്ന് AKG സെൻറ്ററിൽ പോയി സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ പാർട്ടിയുടെ ആൾ തീരുമാനം എടുത്താൽ മാത്രമേ അവിടെ ഗവൺമെൻറ് തീരുമാനം വരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, കേരളം വിവാദങ്ങളിലെന്നും ആഗോളതലത്തിൽ മുന്നിലാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത്, അഭിമുഖത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് വിവാദ നായകനായ ജേക്കബ് തോമസ് IPS ആണ്. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് കേരളത്തിൽ, പക്ഷേ ഭാരതത്തിൽ പോലും വളരെ കുറവായിരിക്കും. വ്യത്യസ്ത മേഖലകളിൽ തനതായ വ്യക്തിത്വം സ്ഥാപിക്കുകയും നിലപാടുകളും നയങ്ങളുമുള്ള അദ്ദേഹം നമ്മോടൊപ്പമായിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം, അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളെ മനസ്സിലാക്കുകയും ചെയ്യാം. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സാറുമായിട്ട് ഞാൻ നടത്തിയ അഭിമുഖത്തിൻ്റെ നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അന്ന് സാറ് പോലീസിൻ്റെ ഉന്നത മേഖലയിലായിരുന്നു. അന്നും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സാറിനോട് നടത്തിയ അഭിമുഖത്തിൽ വ്യത്യസ്തമായ നിരവധി കാഴ്ചപ്പാടുകൾ സാർ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആ നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഇടക്കാലം ശേഷമാണ് നമ്മളിന്ന് നേരിട്ട് കാണുന്നതും. അപ്പോൾ ഇടക്കാലത്ത് സാർ വിരമിച്ചതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളുണ്ട്, സാറിപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട്. അപ്പം നമുക്ക് സാറിൻ്റെ ജീവിത വഴികളിലേക്കൊന്ന് എത്തി നോക്കാം അല്ലേ? ഓക്കെ. സാറ് ശരിക്കും പാലാക്കാരനൊരു നസ്രാണിയാണ്. പാലായിൽ ജനിച്ചു വളർന്നു. സാറ് പാലായിൽ നിന്നുള്ള മാണി സാറിൻ്റെ പതനത്തിന് പോലും സാറിൻ്റെ ഇടപെടലുണ്ടായി എന്ന് പറയുന്നവരുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിഞ്ഞുകൂടാ. സാറൊരു പാലാക്കാരൻ നസ്രാണി. ഇന്ന് പോലീസ് ജീവിതത്തിന് ശേഷം സാർ RSSൻ്റെ ഒരു സജീവ അനുഭാവിയല്ല പ്രവർത്തകനുമാണ്. സാറിൻ്റെ ബാല്യം, കൗമാരം, അവയെക്കുറിച്ചൊന്ന് പറയാമോ? പല മേഖലയിലുണ്ടായിരുന്ന അനുഭവം, വളർച്ച, അത്തരം കാര്യങ്ങൾ. ഞാൻ തീർച്ചയായിട്ടും ഒരു പാലാക്കാരൻ തന്നെയാണ്. പാലായിലെ തീക്കോയി എന്ന ഒരു ഗ്രാമത്തിൽ, കർഷക കുടുംബത്തിൽ ജനിച്ച് ആ നാട്ടിൽ അന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ നഗരത്തിൻ്റെതായ എന്തെങ്കിലും ഒരു ടച്ചോ ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളായിരുന്നു അത്. എൻ്റെ ചെറുപ്പത്തിൽ അവിടെ തേയിലയായിരുന്നു അവിടുത്തെ പ്രധാന കൃഷി. തേയില ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് തീക്കോയി ടീ ഫാക്ടറി, ടീ കമ്പനി എന്നുള്ള അതിൽ നിന്നൊക്കെയാണ് അങ്ങനെ പേരൊക്കെ വരുന്നത്. അപ്പോൾ തേയിലയുടെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ തണുപ്പുള്ള സമയമായിരുന്നു. പുഴയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് ഒരു നഗരത്തിൽ ഇന്ന് കേരളത്തിൽ കാണാൻ വളരെ വിരളമായിട്ടുള്ള ഒരു നല്ല ഒരു പ്രദേശമായിരുന്നു പാലാ പ്രദേശം, തീക്കോയി എന്നൊക്കെ ഉള്ളത്. ഞാൻ തീക്കോയി സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജ്, അന്ന് പ്രീ ഡിഗ്രിയാണ്, 11-12 എന്ന് പറയുന്നത്, സെൻറ്റ് ജോർജ് കോളേജിൽ പഠിക്കുന്നു. അപ്പം അത്രയൊരു കാലഘട്ടമാണ് എൻ്റെ ആ പ്രദേശത്തുള്ള ഒരു കാലഘട്ടം.
ഈ പാല നസ്രാണി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാല ഒരു ക്രിസ്ത്യൻസ് കൂടുതലുള്ള ഒരു സ്ഥലമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും പാലായിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരാളാണ് കേണൽ GV രാജ. പൂഞ്ഞാർ എന്നത് നമ്മുടെ ആദ്യത്തെ കേരളത്തിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹമായിരുന്നു സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്. അതുപോലെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് അത് സ്ഥാപിച്ച പുള്ളിയാണ്. സ്പോർട്സ് കൗൺസിൽ സ്ഥാപിച്ച പുള്ളിയാണ്. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ച പുള്ളിയാണ്. നമ്മുടെ ഫ്ലൈയിങ് ക്ലബ്ബ് സ്ഥാപിച്ചത് പുള്ളിയാണ്. അതുപോലെ കേരളത്തിൻ്റെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ BCCI ഈ അഖിലേന്ത്യാ ലെവലിൽ അതിൻ്റെ വൈസ് പ്രസിഡന്റ് വരെ ആയ ആള് ഈ പാലക്കാരനാണ്. അപ്പോൾ നസ്രാണികൾ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നില്ല പാല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേണൽ GV രാജയെ പറഞ്ഞത്. അദ്ദേഹം പൂഞ്ഞാർ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അതിനുശേഷം കോട്ടയത്തെ MD സെമിനാരി സ്കൂൾ ഒക്കെ പഠിച്ച ശേഷമാണ് പിന്നെ അദ്ദേഹം മദ്രാസിലെ മലബാർ കുടിയേറ്റം ആലക്കോട് മേഖലയിൽ അവരുടെ അതെ 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 അപ്പോൾ പൂഞ്ഞാർ സ്കൂളിൽ പഠിച്ച കേണൽ GV രാജ എന്ന് പറയുന്ന ആള് ഒരു നസ്രാണി അല്ല. അപ്പോൾ പാല നസ്രാണികളുടെ മാത്രം സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ പാല നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരൻ, അദ്ദേഹം പാലക്കാരനാണ്. അതുപോലെ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള NSSന്റെ പ്രസിഡന്റും അതുപോലെ അംബാസഡറൊക്കെ ആയി പോയ ആൾ അദ്ദേഹം കിടങ്ങൂർ പാല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊരു നസ്രാണികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ മറ്റ് എല്ലാവരുമുള്ള ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശം. അങ്ങനെയായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു നസ്രാണികൾ മാത്രമുള്ളതായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാ മതത്തിലുള്ളവരുണ്ട്. ഇപ്പം ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞാൻ കളിക്കുന്നത് തന്നെ ഒരു ഗോപാലൻ ജാനകി എന്നുള്ള 2 പേര് അവരുടെ അതിലൊക്കെ അവരുടെ മക്കളാണ് എൻ്റെ കൂടെ കളിക്കാൻ സ്ഥിരം കളിക്കുന്ന അവരാണ്. അതുപോലെ അതിനു മുമ്പ് ഒരു ബാബു എന്ന് പറഞ്ഞ ഒരു നായർ കുടുംബത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന ഒരു കക്ഷി. അങ്ങനെ എല്ലാ തരം ആൾക്കാരുമുള്ള നല്ല പ്രദേശമാണ്. അന്നിങ്ങനെ മതം തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പോലും ഞങ്ങൾക്ക് പിള്ളേർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു ഇതാണ്. സാറ് അപ്പോൾ ഈ പോലീസ് മേഖലയിലേക്ക് വരേണ്ട കാരണം എന്താ? ഒരു പോലീസ് ജീവിതം തിരഞ്ഞെടുത്തായിരുന്നു. പിന്നെ പോലീസ് മേഖലയിലേക്ക് വരാൻ ഞാൻ ഈ എൻ്റെ പഠിത്തത്തിൻ്റെ ഒരു ഭാഗം MSCയും PhDയും ഡൽഹിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഡൽഹിയിൽ എത്തിയത് കൊണ്ടാണ് സിവിൽ സർവീസ് പരീക്ഷയെ പറ്റി കേട്ടതും സിവിൽ സർവീസ് എഴുതുന്ന ആൾക്കാർ അന്ന് ഡൽഹിയിൽ ഞാൻ കാണാനിടയാകുകയും അങ്ങനെ എൻ്റെ കൂടെ ജിംനേഷ്യസിൽ വന്നുകൊണ്ടിരുന്ന ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കല്ലം അജയ് ബാബു, അപ്പോൾ അദ്ദേഹമാണ് എന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു പ്രേരിപ്പിക്കുന്നതും. അപ്പം അങ്ങനെ ആണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു BSc മുതൽ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ഞാൻ ചെന്നിട്ട് അന്ന് ആദ്യം മോഡൽ ടൗണിൽ മാത്രമേ കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോകുമായിരുന്നു. ഈ വൈകുന്നേരം ബസ്സൊക്കെ കയറി അവിടെ പോകും. കഴിഞ്ഞ് പിന്നെ ആ സാറ് പോയപ്പോൾ പിന്നെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ വന്നു. അപ്പോൾ അങ്ങനെ അത് എനിക്കൊരു ഇഷ്ടമുള്ള ഒരു മേഖല തന്നെയായിരുന്നു. അല്ല, പോലീസിലേക്ക് ആരാണ് നയിച്ചതെന്ന് ചോദിച്ചു. മാതാപിതാക്കളല്ല, സുഹൃത്താണ്. എന്നിട്ട് എങ്ങനെയായിരുന്നു? ഡൽഹിയിലുള്ള ഒരു ആന്ധ്രാപ്രദേശുകാരനായ ഒരു സുഹൃത്ത്. പരിശീലനം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴി വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞായിരുന്നു, അതേ എളുപ്പമായിരുന്നു അങ്ങോട്ടുള്ള? ഇത് പോലീസിൻ്റെ പരിശീലനം എന്ന് പറയുന്നത് ഒരു വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ രസമുള്ള, കാരണം ഒരു സ്പോർട്സിലൊക്കെ സജീവമായിരുന്ന അതുപോലെ അങ്ങനത്തെ ഒരാൾക്ക് പോലീസിൻ്റെ പരിശീലനം ആദ്യ പരീക്ഷയിൽ തന്നെ സാറിന് അഡ്മിഷൻ കിട്ടി. അതിനുശേഷമുള്ള പരിശീലനത്തിന് പോകുന്നത്. ഓക്കെ, പരിശീലനം കഴിഞ്ഞുള്ള നിയമനം എങ്ങനെയായിരുന്നു കേരളത്തിൽ? പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഫീൽഡിൽ ASP അണ്ടർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നിയമനമുണ്ട്. അപ്പം അതിനുശേഷം ആ സമയത്ത് കോഴിക്കോടായിരുന്നു എൻ്റെ കോഴിക്കോടായിരുന്നു. കുറ്റ്യാടി, പേരാമ്പ്ര, അങ്ങനെ താമരശ്ശേരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് സിറ്റിയൊക്കെ. അപ്പം പരിശീലനം കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യ പോസ്റ്റിങ് ASP ആയിട്ട് തൊടുപുഴയിലായിരുന്നു, ഇടുക്കി ജില്ലയിൽ. അപ്പോൾ ഇടുക്കി ജില്ല ഇടമലയാറ് എന്നൊക്കെ പറഞ്ഞ പോലീസ് സ്റ്റേഷനുകളൊക്കെ, കാഞ്ഞാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് കാസർഗോഡ് ASP ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ കാസർഗോഡ് ASP ആയിരുന്ന സമയത്താണ് അവിടെ ഒരു ഹംസ വധക്കേസ്, ഈ നമ്മുടെ ഈ ഒരു വലിയ അധോലോക നായകനുണ്ടല്ലോ, D കമ്പനി, അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിലെ ഒരു കക്ഷി ആയിരുന്നു ഹംസ എന്ന് പറയുന്നത്. അപ്പോൾ അയാളെ അവിടെ നാഷണൽ ഹൈവേയിൽ പകൽ ഉച്ച കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വെടിവെച്ച് കൊല്ലുന്ന, കേരളത്തിൽ അങ്ങനത്തെ ഒരു ഈ കള്ളക്കടത്തിൻ്റെ ആൾക്കാർ പകൽ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ആദ്യത്തെ സംഭവമായിരുന്നു ഹംസ കേസ്. അപ്പോൾ ഞാൻ അവിടെ ASP ആയിരുന്ന സമയത്താണ് അത് സംഭവിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ കാസർഗോഡായിരുന്നു രണ്ടാമത്തെ പോസ്റ്റിങ്.
അതിനുശേഷം പ്രൊമോഷൻ കിട്ടി SP ആയിട്ട് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയിട്ട് വന്നു. അവിടെ 2 കൊല്ലത്തോളം ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു. അപ്പോൾ ഈ മർഡർ കേസുകൾ, തുരുമ്പെടുത്ത കേസുകളൊക്കെ അന്വേഷിക്കുന്ന പരിപാടിയാണ്. അതുപോലെ ഈ കൗണ്ടർ ഫീറ്റ് കറൻസി ഉണ്ടല്ലോ, കള്ളനോട്ടുകൾ. അന്ന് കുറേ കള്ളനോട്ടുകൾ, അതൊക്കെ ഈ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത്. കള്ളനോട്ടുകൾ, ഈ കുറേ മർഡർ കേസുകൾ, അത് കുറേ കാലം ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് തെളിയാത്തത്, പിന്നെ വലിയ ഫ്രോഡ് കേസുകളൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്. 2 വർഷം ഞാൻ അന്ന് ക്രൈംബ്രാഞ്ചിന് 2 ജില്ലയുടെ ചാർജായിരുന്നു അന്ന്, കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും. അപ്പോൾ ഈ 2 ജില്ലയിലെ കേസുകൾ, പ്രധാനപ്പെട്ട തെളിയാത്ത കേസുകൾ അന്വേഷിക്കുന്ന പണിയായിരുന്നു 2 വർഷം. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ അവിടെ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പാലക്കാട് കേരള ആംഡ് പോലീസിൻ്റെ കമാൻഡൻ്റായി. മുട്ടിക്കുളങ്ങര KAP2 എന്നാണ് പറയുന്നത് അന്ന്. അപ്പോൾ അവിടെ ആയിരുന്നു പിന്നീട്. അപ്പോൾ അതിനുശേഷം 1991 കരുണാകരൻ മുഖ്യമന്ത്രി ആയ സമയത്ത് അദ്ദേഹം എന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ MD ആയിട്ട് പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ അഗ്രികൾച്ചർ PhD ഒക്കെ എടുത്ത ഒരാളാണല്ലോ. അപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ അന്ന് വേക്കൻസി വന്നു. അപ്പോൾ അഗ്രികൾച്ചർ പഠിച്ച ഒരാൾ, എനിക്കും ഇഷ്ടമായിരുന്നു അത്. അഗ്രികൾച്ചർ പഠിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ഒരു ജോലി ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഈ മാനേജ്മെൻറ്റിനോടുള്ളൊരു താല്പര്യം വരികയും, മാനേജ്മെൻറ്റ്, കാരണം ഈ മാനേജ്മെൻ്റ് ആണല്ലോ മാനേജിങ് ഡയറക്ടറുടെ ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റിനോട് താല്പര്യം വന്നു. അവിടുന്ന് പിന്നെയുള്ളൊരു പോസ്റ്റിങ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും, ഈ പഴം പച്ചക്കറി അങ്ങനത്തെ മേഖലയുടെ. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനുള്ള ഒരു ഇൻഷുറൻസ്, പെസ്റ്റ് ആൻഡ് ഡിസീസിൻ്റെ ഇൻഷുറൻസ് അന്നാണ് ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. അതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കൃഷിക്കാരുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG എന്ന് പറയുന്ന കൺസെപ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് ആ ഒരു പ്രോജക്റ്റിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നമ്മൾ KSTPയിൽ നടപ്പാക്കിയതാണ്. പിന്നീട് കുടുംബശ്രീയിൽ വന്നപ്പോഴത്തേക്ക്, ആ കുടുംബശ്രീ തുടങ്ങിയപ്പോൾ നമ്മൾ KSTPയിൽ പരിശീലനം കൊടുത്ത ഇവിടുന്നാണ് തുടങ്ങിയത്. അല്ലല്ല, KSTPയിൽ നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എങ്ങനെയാണോ, എന്തോ അന്ന് എത്ര ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു? നമ്പർ ഇപ്പം എനിക്ക് അതേ മാതൃകയാണ് പിന്നെ കുടുംബശ്രീ എടുത്തത്. അതെ, സെയിം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് KSTP നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണോ അത് നമ്മൾ ഒരു 4 വർഷത്തോളം ചെയ്തതിനു ശേഷമാണ് TK ജോസ്, അതെ പാലക്കാരനാണ് അദ്ദേഹം വന്നിട്ട് കുടുംബശ്രീയിലേക്ക് ഈ KSTPയുടെ ആ ഒരു മാതൃക അവിടെ നമ്മൾ നടപ്പാക്കിയ രീതിയാണ് കുടുംബശ്രീ പിന്നീട് ഉണ്ടാകുന്നതും അതിൻ്റെ രീതികളുമൊക്കെ. ഈ നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അന്ന് നമ്മൾ തുടങ്ങാനുള്ള ഒരു ഡോക്ടർ മുരളീധര പ്രസാദ് എന്ന് പറഞ്ഞ ഒരു അദ്ദേഹവും ഞങ്ങൾ ഒരുമിച്ച് അന്ന് തമിഴ്നാട്ടിൽ, അന്ന് മിരാഡ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ വേറൊരെണ്ണമാണ് മിരാഡ ആയതുകൊണ്ടെണ്ണം, അതുപോലെ കർണാടകത്തിലൊക്കെ പോയി പഠിച്ച ശേഷമാണ് ഞങ്ങൾ അന്ന് തുടങ്ങി പല എക്സ്പെരിമെൻ്റ് ചെയ്ത്. നമുക്ക് അതിലേക്ക് വരാം. സാറ് മാനേജ്മെൻറ്റ് മേഖലയിൽ എഴുതുകയും പഠിപ്പിക്കുകയും അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കാനൊക്കെ അവസരം കിട്ടിയത് ഉണ്ട്. നമുക്കതിലേക്ക് വരാം. സാറ് വിരമിച്ചിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. പോലീസ് ഇതര മേഖലയിൽ സാറിനെ പറഞ്ഞയക്കുകയോ സാർ ആഗ്രഹിച്ചു പോവുകയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംസ്ഥാനതല പോലീസിലേക്ക് വന്നപ്പോഴാണോ സാറ് വിവാദത്തിൽ, അല്ലെങ്കിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നല്ല പറയുന്നത്, നിലപാടുകളും നയങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പം ഈ നേരത്തെ സൂചിപ്പിച്ച ജില്ലാതല പോലീസ് സംവിധാനത്തിലൊക്കെ നിൽക്കുമ്പോൾ വലിയ ശ്രദ്ധിക്കപ്പെടുന്ന സംഭവങ്ങളിലേക്കൊന്നും അധികം വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ IG ലെവൽ അല്ലെങ്കിൽ DGP ലെവലിലേക്ക് വന്നപ്പോൾ സാറ് തുടർന്നതൊക്കെ വിജയമാകുകയോ വിവാദമാകുകയോ ഒക്കെ ചെയ്തു. സാർ മയമില്ലാതെ മടിയില്ലാതെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. മുന്നണികൾ മാറി, ഇപ്പോൾ സാർ വിരമിച്ചിരിക്കും. എൻ്റെ ചോദ്യം, ഈ പോലീസ് മേഖലയിലേക്ക് പോകണ്ടായിരുന്നു, പകരം അഗ്രികൾച്ചർ അധ്യാപകൻ, അല്ലെ കൃഷി, റിസർച്ച്, മാനേജ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഒരു പോലീസ് മേഖലയിൽ പോയത് അഭിമാനമാണോ സാറിന്, അതേ ഒരു അസ്വസ്ഥതയാണോ ഇപ്പോൾ ആകെ മൊത്തം പറയുമ്പോൾ? തീർച്ചയായിട്ടും സിവിൽ സർവീസിൽ വന്നതും അതിൽ IPS ആയതുമൊക്കെ അഭിമാനം തന്നെയാണ്, തീർച്ചയായിട്ടും അഭിമാനമാണ്. അപ്പം ഈ പോലീസ് മേഖലയിൽ വിവാദങ്ങളാകുക എന്നുള്ളത് 2 കാരണങ്ങൾ കൊണ്ട് ആയിരിക്കാം വിവാദമാകുന്നത്. ഒന്ന്, നമ്മൾ പലപ്പോഴും കാലത്തിന് മുമ്പേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യരത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് വിവാദമായിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. 2, ആ കാലഘട്ടത്തിലെ നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം ചിലപ്പോൾ അത്രയും ഒരു ദീർഘദൃഷ്ടി അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവരിത് അംഗീകരിക്കണമെന്നില്ല നമ്മളുടെ ഒരു ചെയ്യുന്ന കാര്യം. അപ്പോഴും അത് വിവാദമായെന്നിരിക്കാം. ഒരു ഉദാഹരണം ഞാനത് പറയാം. 2010 ഞാൻ തുറമുഖ വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അന്ന് ഈ വകുപ്പായിട്ട് മാറി, എന്തോ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഇപ്പോൾ തുറമുഖ വകുപ്പ്. അതെ ആർക്കും വേണ്ടായിരുന്നു തോന്നുന്നു.
അല്ല, അന്ന് ആർക്കും വേണ്ടായിരുന്നു. പക്ഷേ അന്ന് അച്യുതാനന്ദൻ മിനിസ്റ്റർ ഉള്ള സമയത്ത് വിജയകുമാർ എന്ന് പറയുന്ന ആളായിരുന്നു ഈ തുറമുഖത്തിൻ്റെ വകുപ്പ്, ലോ മിനിസ്റ്ററും കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ച് തുറമുഖ വകുപ്പിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹം ക്ഷണിച്ച് ആയതുകൊണ്ട് ഞാൻ നോക്കിക്കളയാമെന്ന് കരുതി അങ്ങനെ. സാറിനെ പോലീസ് ഇതര മേഖലയിലേക്ക് വിളിക്കാനുള്ള കാരണം സാറിൻ്റെ വൈവിധ്യമാർന്ന പരിശീലനങ്ങളും എഴുത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോലീസിനപ്പുറമായി സാറിന് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണോ അങ്ങനെ ഒരു പരിഗണന അവർ നേരത്തെ പറഞ്ഞ പല വകുപ്പുകളിലേക്കും സാറിനെ വിടുകയാണോ ചെയ്തത്, പോവുകയാണോ ചെയ്തത്? അതൊരു പ്രൊമോഷനായിരുന്നോ അതേ ഒരു ശിക്ഷാ നടപടിയായിരുന്നോ? അതും കൂടെ ചേർത്ത് പറഞ്ഞാൽ നന്നായി. രണ്ട് വിധത്തിൽ ഇതിനെ കാണാൻ പറ്റും. ഇപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ മന്ത്രി, മുഖ്യമന്ത്രി ഇവരാണല്ലോ ഈ IAS IPS ഉള്ളവരെയൊക്കെ എവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ അവരാണ്. അതിൽ ചില പോസ്റ്റിങ്ങുകൾ നമുക്ക് വളരെ ഇഷ്ടമുള്ളതാകാം, ചില പോസ്റ്റിംഗ് നമുക്ക് ഇഷ്ടമുള്ളതാകണമെന്നില്ല. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാനൊരു DIG ആയിരുന്ന സമയത്ത് ഒരു 3.5-4 വർഷത്തിനടുത്ത് സ്റ്റഡി ലീവ് എടുത്തു പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ PhD ചെയ്തു. സാർ 2 ഡോക്ടറേറ്റ് ഉണ്ട്. 2 ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പം ഈ രണ്ടാമത്തെ PhD ചെയ്ത് കഴിഞ്ഞത് അത് മാനേജ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ആ മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാനേജ്മെൻറ്റ് ഉള്ള ജോലികൾ ചെയ്യുന്നതിന് കൂടുതൽ താല്പര്യം വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനത് PhD കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അന്ന് ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രി ഗണേഷ് കുമാർ ആയിരുന്നു, ശ്രീ ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹം അന്ന് ചെറുപ്പമാണ്, ആദ്യമായിട്ട് മന്ത്രിയാകുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു PhD കഴിഞ്ഞ് മാനേജ്മെൻറ്റ് പഠിച്ചെന്ന് കരുതി ആരോ പുള്ളിയോട് പറഞ്ഞ് അങ്ങനെ കേട്ടു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് വന്നതാണെന്ന് കേട്ടു. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് വകുപ്പിൽ KSRTCയും ട്രാൻസ്പോർട്ട് വകുപ്പിലൊക്കെ കുറേ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നടപ്പാക്കണം. ഹി വാസ് ഓൾസോ ന്യൂ. പുള്ളി വളരെ ചെറുപ്പമായിരുന്നു, വളരെ ഉത്സാഹത്തോടു കൂടി നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലുള്ള സമയം. അപ്പം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അത് DGP അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച അദ്ദേഹം ക്യാബിനറ്റിൽ പോസ്റ്റിംഗ് വന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയായി. കാരണം ഞാൻ പഠിച്ച കാര്യം പ്രവർത്തിക്കാൻ അവസരം കിട്ടും, അത് വാല്യുബിളാണ് എന്ന് ഒരു മന്ത്രി പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് അദ്ദേഹത്തിനോട് കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ പല മാനേജ്മെൻറ്റ് ഒരു കുറച്ച് കാര്യങ്ങളുള്ള പോസ്റ്റുകളിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ CMD ആയിട്ട് വന്നു. സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ സിനിമ മേഖല ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ MD ആയിട്ട്, ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ MD. അപ്പോൾ മാനേജിംഗ് ആയിരുന്നു വെച്ചാൽ മാനേജ്മെൻറ്റ് ചെറിയ കൺസെപ്റ്റുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയുള്ള പോസ്റ്റ്. സർവീസ് കാലത്ത് സാറ് വ്യത്യസ്തമായ എത്ര മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞിങ്ങനെ ഒന്ന് ഏറ്റവും അവസാനം വിരമിക്കുന്ന അടക്കം എനിക്ക് ഏകദേശം ഒരു 30 എഫക്റ്റീവായിട്ട് സ്റ്റഡി ലീവിൻ്റെ ഒരു 3.5-4 വർഷം കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 30 വർഷം, ടോട്ടൽ 34 വർഷം 35 വർഷം ഉണ്ടെങ്കിലും 30 വർഷമൊക്കെ എഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഏകദേശം കറങ്ങാൻ പറ്റിയ വകുപ്പുകളിലും മേഖലകളിലുമൊക്കെ ജോലി ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഈ പോലീസ് യൂണിഫോമിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ താല്പര്യം അല്ലാതെയുള്ള മേഖലയിൽ പ്രവർത്തിക്കാനായിരുന്നു? അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടം പോലീസ് യൂണിഫോം ഇടാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മാനേജ്മെൻറ്റ് പോസ്റ്റുകൾ കിട്ടിയപ്പോഴൊക്കെ അതും എനിക്ക് ഇഷ്ടമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ലാസ്റ്റ് എൻ്റെ പോസ്റ്റ് മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ഉള്ള ഒരു വളരെ ചെറിയൊരു സ്ഥലം, ഷൊർണൂർ അറിയാമല്ലോ, ഒരു ചെറിയൊരു സ്ഥലം. പിന്നെ അതുപോലെ ആ സ്ഥാപനമാണേലും ഇങ്ങനെ തുരുമ്പെടുത്ത ഒരു സ്ഥാപനം. അവിടെ ആകെ 10-30 പേരെ എല്ലാവരും കൂടെ ഉള്ളൂ. പരശുരാമൻ്റെ മഴ ഒക്കെ. അതെ, പക്ഷേ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ബാച്ചിലുള്ളവരൊക്കെ DGP ആയിട്ട് യൂണിഫോം കിട്ടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ യൂണിഫോം ഇടേണ്ട ഒരു പോസ്റ്റ് അല്ലല്ലോ അത്. അപ്പോൾ പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ സാധ്യതകൾ നോക്കി. അവിടുത്തെ സാധ്യത എന്താണ്? അപ്പോൾ അവിടെയുള്ളത് ആകെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് വെച്ച മാഞ്ചസ്റ്ററിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ലെയ്ത്തും അങ്ങനത്തെ കുറേ സാധനമുണ്ട്. അപ്പോൾ ഈ ലെയ്ത്ത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കി. അപ്പോൾ കേരളത്തിന് എന്ത് ആവശ്യമെന്നോളം കൂടെ നോക്കി. അങ്ങനെയാണ് ഈ പരശുരാമൻ്റെ മഴു എന്നുള്ള കാര്യം. കാരണം പരശുരാമൻ്റെ മഴു വെച്ചുണ്ടാക്കിയ കേരളമാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ പരശുരാമൻ്റെ മഴ എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ? ഇപ്പോൾ അത് വാങ്ങാൻ കിട്ടും. അത് ഞാൻ ഈ മെറ്റൽ ഇൻഡസ്ട്രീസ് ചെന്നത് കൊണ്ട് അവിടുത്തെ ഒരു സാധ്യത നോക്കി കേരളത്തിൻ്റെ ആ ഒരു എന്താണെന്നും കൂടെ നോക്കിയാണ് ഈ പരശുരാമൻ്റെ മഴ കൊണ്ട് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അതിനു മുമ്പ് അത് വാങ്ങിക്കാൻ കിട്ടില്ലായിരുന്നു. ഈ വീണത് വിദ്യാക്കി എന്ന് പറഞ്ഞ പോലെ സാറിനെ ശിക്ഷിക്കാനായിട്ട് അവസാന കാലത്ത് പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന സാറിന് പ്രൊമോഷൻ നൽകുകയോ ആദരിക്കാനൊന്നും അല്ല മെറ്റൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലേക്ക് വിട്ടതും അതിന് മുമ്പ് തെരുതെരെ മാറ്റിയതും. അപ്പോൾ ഈ പോകാൻ മടിയുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഈ പോലീസിൻ്റെ അധികാരം ഉപയോഗിക്കാൻ ഇപ്പോൾ SI ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലീസുകാരന് അല്ലെങ്കിൽ SIക്കുള്ള അധികാര പരിധി ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിഫോമിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അധികാരിതയൊക്കെ ഉണ്ട്. പക്ഷേ സാറ് പോലീസിൻ്റെ
പോലീസ് ഇത്തരം ജോലികളിലേക്ക് വന്നപ്പോൾ അത് ആസ്വദിച്ച് മനോഹരമായിട്ട് പ്രവർത്തിച്ചായിട്ടാണ് വിലയിരുത്താൻ പറ്റുക. അത്തരം ഇടപെടലുകൾ ഞാൻ പറഞ്ഞത് അംഗീകരിച്ച് ആദരവോടെ സാറിനെ വിട്ട് കേരളം നന്നാക്കണം, ആ ഡിപ്പാർട്ട്മെൻറ്റ് നന്നാക്കണം എന്ന് ഓർത്ത് വിട്ടതാണ് എന്നെല്ലാവരും അംഗീകരിക്കില്ല. സാർ അംഗീകരിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വിട്ടതും പോയതും ആഗ്രഹിച്ചതും ആ മേഖലയെ സാർ മൊത്തം ഒന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അതൊരു അഭിമാനം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ചെല്ലുന്നിടത്തൊക്കെ സാറിൻ്റേതായ ഒരു വ്യക്തിത്വം, നിലപാടുകൾ, നയം സർക്കാരിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാൽ അതെന്തൊക്കെയാണ്? ഞാൻ ഉദാഹരണമായിട്ട് 2 വകുപ്പുകളിൽ പോയത് പറയാം, രണ്ടും പോലീസ് അല്ലാത്തത്. ഒന്ന് തുറമുഖ വകുപ്പ് തന്നെ. കാരണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് മന്ത്രിയും കൂടെ ആയതുകൊണ്ടും അദ്ദേഹം കുറേ കാഴ്ചപ്പാടോട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും അത് കുറച്ചുകൂടെ റെലവൻ്റ് ആണല്ലോ, അതുകൊണ്ട് അത് പറയാം. 2010 ആദ്യമായിട്ട് കേരളത്തിൽ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സാധ്യതാ പഠനം നടത്താൻ വേണ്ടി ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ എനിക്ക് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഞാൻ ഗവൺമെൻറ്റോടൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. കാരണം അന്നത്തെ മന്ത്രി വിജയകുമാർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, സ്പീക്കറായിരുന്നു. അതെ. അപ്പം അതിനുശേഷം മന്ത്രി ലോ മിനിസ്റ്ററും തുറമുഖ വകുപ്പും പിന്നെ വേറെ എന്തോ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അദ്ദേഹം വളരെ സാത്വികനായ വളരെ ജെന്റിൽമാനായിട്ടുള്ള, എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുള്ള, ഈ തുറമുഖ വകുപ്പ് നന്നാക്കാൻ വേണ്ടി നേരെയാക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാണ്. മന്ത്രിമാരെല്ലാം അങ്ങനെ സാറിന് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഉണ്ട്, എല്ലാവരും തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാത്തവരെന്നെ അവരുടെ വകുപ്പിലേക്ക് പോസ്റ്റ് ചെയ്യില്ലല്ലോ. അതെ. അപ്പോൾ ഞാൻ എന്തൊക്കെ അവിടെ ചെയ്യാം, എന്തൊക്കെ സാധ്യതകളുണ്ട്, കേരളത്തിന് നല്ല ഇത്രയും തുറമുഖ ഒരു വകുപ്പുണ്ട്. ഇത് ആദ്യകാലത്ത് ഉണ്ടായ ഒരു വകുപ്പുകളാണ് തുറമുഖ വകുപ്പ്. അതിനു മുമ്പെല്ലാം ക്യാപ്റ്റന്മാരായിരുന്നു ഈ ഷിപ്പിംഗ് മേഖലയിലുള്ള. ആദ്യമായിട്ടാണ് സിവിൽ സർവീസിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് എത്തുന്നത്. അപ്പം ഈ കോസ്റ്റൽ ഷിപ്പിംഗ് വന്നു. അത് വരാൻ കാരണം അതിനു മുമ്പ് ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്ന സമയത്ത് അന്ന് ഈ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് കേരളത്തിന് ആവശ്യമുണ്ട്. അല്ലാതെ വെറുതെ ഓരോ ഇപ്പോൾ KSRTC ബസ് അതിൻ്റെ തോന്നുന്ന പോലെ ഓടുന്നു, ട്രെയിൻ അതിൻ്റെ വഴിക്ക് ഓടുന്നു. അതുപോലെ ഈ ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും കുറേ സ്ഥാപനങ്ങളും സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. തുറമുഖങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോകാതെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇത് തമ്മിലൊരു ഒരു കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ അത് ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ KSRTC എങ്ങനെയാണ് ലാഭത്തിലാക്കുക എന്നുള്ളത് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചൊരു പണിയാണ്, അന്നത്തെ മന്ത്രി ഗണേഷ് കുമാർ ഏൽപ്പിച്ച. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും, അവിടുത്തെ പാരലൽ ബസ് സർവീസിൽ പോയി കയറി പോകും. എന്തുകൊണ്ടാണ് ഈ പാരലൽ സർവീസ് KSRTCക്ക് എന്തുകൊണ്ടാണ് കയറാത്തത്? അപ്പോൾ അങ്ങനെയാണ് അന്ന് എനിക്ക് തോന്നി ഈ ട്രെയിൻ ഇങ്ങനെ തെക്കുവടക്ക് ഉണ്ടല്ലോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കന്യാകുമാരി വരെയൊക്കെ ഉണ്ട്. അത് നീളത്തിലുള്ള പരിപാടി ട്രാവലൊക്കെ ഈ ട്രെയിനിൽ ചെയ്യാം. അപ്പം ബാക്കി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ഈ കിഴക്കോട്ട് അല്ലെ പടിഞ്ഞാറോട്ട് പോകേണ്ടതൊക്കെ അതിന് ബസ്, അതെ. അതുപോലെ കാർഗോ കൂടുതലും നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഈ മംഗലാപുരത്തു നിന്നോ ബോംബെ നിന്നോ അല്ലെ ഗുജറാത്തിൽ നിന്നോ ഒക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഈ റോഡ് മാർഗം ഈ വണ്ടി വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നടന്നു. അന്ന് ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് പ്ലാനിംഗ് ബോർഡിൽ ഞാൻ പ്രസന്റേഷൻ വരെ അന്ന് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് ഗവൺമെന്റ് പരിഗണിച്ചോ? ഗവൺമെന്റ് ഇപ്പം പഠനം നടത്തി അത് പ്ലാനിംഗ് ബോർഡിൽ ഞാൻ അത് പ്രസന്റ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. അന്ന് 2003 പക്ഷേ പ്ലാനിംഗ് ബോർഡ് അറിയാമല്ലോ, കേരളത്തിൽ പ്ലാനിംഗ് ബോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇവിടുത്തെ പല പ്ലാനിങ്ങും കാണുമ്പം ഒരു സംശയം നമുക്ക് തോന്നുമല്ലോ. ഒരു സിറ്റിയുടെ പ്ലാനിങ്ങും കേരളത്തിൻ്റെ മൊത്തം പ്ലാനിങ്ങും കാണുമ്പോൾ അങ്ങനെ പ്ലാനിംഗ് ബോർഡ് ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അത് വിടുക. ഞാനതിനെപ്പറ്റി പഠിച്ചിരുന്നു. അതിനൊരു അവസരം എനിക്ക് തന്നത് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ആ ഒരു ഫ്രീഡവും അവസരമൊക്കെ തന്നത്. മുഖ്യമന്ത്രി പറയുന്നത് നമ്മുടെ തീരദേശത്തെ കൂടെയുള്ള ചരക്ക് ഗതാഗതം, അങ്ങനെ അനുബന്ധ യാത്രാ പദ്ധതികളെക്കുറിച്ചും പോർട്ടിൻ്റെ വികസനമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അത് 2010 ഞാൻ അത് പറഞ്ഞു വരാം. 2010 ഈ ഒരു ചെറിയൊരു കമ്മിറ്റി, ഒരു ഹൈഡ്രോഗ്രാഫി സർവേ ബാങ്കിൽ നിന്നുള്ള ഒരു സതീഷ്, പിന്നെ ഒരു വിനോദ് എന്ന് പറഞ്ഞൊരു മറൈൻ എഞ്ചിനീയർ, അങ്ങനെ 3-4 പേരുടെ ഒരു കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരോട് 3 മാസം സമയം കൊടുത്തു. ഈ കോസ്റ്റൽ ഷിപ്പിംഗ് നമുക്കിവിടെ നടക്കുമോ ഇല്ലയോ, അങ്ങനെയാണ്. അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ഇൻലാൻഡ് നാവിഗേഷനും കൂടെ. ഇൻലാൻഡും ഇങ്ങനെ നമുക്കൊരു നാഷണൽ വാട്ടർ വേ ഉണ്ട്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടല്ലോ. അതുപോലെ കോട്ടയവും ആയിട്ട് കണക്റ്റഡ് ആണ് എന്നൊക്കെ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പുഴകളിൽ കൂടെ പറ്റും. അപ്പോൾ ഇതൊന്ന് സാധ്യത പഠിക്കാം. അവർ പഠിച്ചൊരു 3 മാസം റിപ്പോർട്ട് വന്നു. അപ്പോൾ ആ റിപ്പോർട്ട് ഞാൻ ഗവൺമെൻറ്റുമായിട്ടൊന്ന് വിജയകുമാർ മിനിസ്റ്റർ ചെയ്തതാണ്. അദ്ദേഹം എന്തിനും
ഒക്കെയാണല്ലോ ഈ നാടിന് നല്ല എന്ത് കാര്യത്തിനും തയ്യാറാണുള്ളത്. അങ്ങനെയുള്ള മന്ത്രിമാരും ഉണ്ട്. അതെ, അന്ന് അതിന് ഭരണാനുമതി തന്നു കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാണ്. അപ്പം ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി എന്ന് പറഞ്ഞാൽ 2010 ഗവൺമെൻറ് LDF ഗവൺമെൻറ് തീരുമാനിച്ചൊരു കാര്യമാണ്. അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെൻറ് അന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതിന് പല തുറമുഖങ്ങൾ ഡീപ്പൻ ചെയ്യണം, കാരണം ആഴം കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ അതുപോലെ അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം, പിന്നെ കാർഗോ ഉണ്ടാവണം. പലരും വിചാരിക്കുന്ന കാർഗോ ഇല്ലെന്നുള്ളൂ. അന്ന് KV തോമസ് കേന്ദ്രത്തിൻ്റെ ഭക്ഷ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ റേഷനരി, കാരണം പഞ്ചാബിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നതാണ്, സിവിൽ സപ്ലൈസിലും ഇരുന്നിരുന്നു. എനിക്കറിയാം, അതിനെപ്പറ്റി എനിക്കറിയാം. അതുകൊണ്ടാണ് അപ്പം ഈ ഏറ്റവും ഒരു കാർഗോ എല്ലാ മാസവും വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ റേഷനരിയും ഗോതമ്പും ഒക്കെ ആണല്ലോ. അതെന്താണേലും കേരളത്തിലുണ്ടാകുന്നതല്ല. അപ്പോൾ അത് പുറത്തുനിന്ന് വരുന്നത് എന്തുകൊണ്ട് നമുക്കത് കടൽ മാർഗം ആന്ധ്രാപ്രദേശാണ്, വിശാഖപട്ടണത്ത് നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഗുജറാത്ത് മുന്ദ്രയിൽ എവിടെയെങ്കിലും വന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ അദ്ദേഹം അത് എഗ്രി ചെയ്തു. അപ്പോൾ അങ്ങനെ അതിന് ഉള്ള പരിപാടികളുടെ തടവുകൾ മുന്നോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ അന്ന് കുറേ കോസ്റ്റൽ ഷിപ്പിംഗ് മുന്നോട്ട് പോയി, കാർഗോയുടെ കാര്യം. അതുപോലെ ഗുജറാത്തിൽ നിന്ന് വരുന്ന ഇപ്പൊ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളും ഒക്കെ മുമ്പേ അന്ന് 2010-11 അന്ന് ആണ് ഈ തുറമുഖങ്ങളുടെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രഡ്ജർ വാങ്ങിച്ചത്. അതാണ് പിന്നീട് പിണറായി വിജയൻ എനിക്കെതിരെ ഒരു കേസൊക്കെ ആക്കിയപ്പോൾ സുപ്രീം കോടതി കാലഘട്ടത്തിൽ വന്നിട്ടില്ല. വിഴിഞ്ഞത്തിന്റെ ഫയലൊക്കെ ആദ്യം തുറമുഖ വകുപ്പിൽ തന്നെയായിരുന്നു. പിന്നീടാണ് വിസിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക കമ്പനി ഫോം ചെയ്തിട്ട് ഫയലെല്ലാം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് വിഴിഞ്ഞത്തിന്റെ ഫയലൊക്കെ നമ്മുടെ തുറമുഖ വകുപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിവേ ഞാൻ ഈ കോസ്റ്റൽ ഷിപ്പിങ്ങിനെ പറ്റി പറയാം. അപ്പോൾ കോസ്റ്റൽ ഷിപ്പിംഗ് അന്നിങ്ങനെ അതിനെ നടപ്പാക്കി കുറേ മുന്നോട്ട് പോയി. അതിനുള്ള എല്ലാ എക്യുപ്മെൻസും വാങ്ങിച്ചു, അതിനുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോയി. കാർഗോ അഷ്യൂർ ചെയ്യാനുള്ള ചർച്ചകളും പരിപാടികളൊക്കെ നടത്തി. കൊല്ലം ഈ നമ്മുടെ കൊച്ചിയിലേക്കുള്ള കശുവണ്ടിയുടെ കാർഗോ, അങ്ങനെ കുറേ കാർഗോ അഷ്യൂർ ചെയ്തു. അപ്പോൾ അഷ്യൂർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. ചെയ്ത ശേഷം പിന്നീട് വിവാദം മാത്രമേ അതിനുണ്ടായുള്ളൂ. അല്ല, ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ സാറ് തൊട്ടു, അതാണ് കാരണം. മാറ്റാൻ തീരുമാനിക്കുന്നതൊക്കെ തുറമുഖങ്ങളിലെ മണൽ വാരൽ ആയിരുന്നു പ്രശ്നം. തുറമുഖങ്ങളിലെന്ന് വെച്ചാൽ കുറേ മണലുണ്ട്. കൊടുങ്ങല്ലൂർ, പൊന്നാനി, കണ്ണൂർ, അഴീക്കൽ, കാസർഗോഡ് ജില്ലയിലൊക്കെയുള്ള 3 തുറമുഖമുണ്ട് നോൺ മേജർ പോർട്ടായിട്ട്. കാസർഗോഡ് ജില്ലയുടെ മണലിൻ്റെ ഒരു 60-70% ഈ തുറമുഖത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മണൽ മാഫിയ അറിയാമല്ലോ. മണൽ മാഫിയയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സർക്കാർ എന്നേ ഞാൻ പറയുന്നുള്ളൂ, എന്നെ അവിടുന്ന് മാറ്റിയതാണ്. അപ്പോൾ അതോടെ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി പിന്നെ ആർക്കും അത് താല്പര്യമില്ല. പിന്നെ ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രഡ്ജറിനെ വിവാദമാക്കി. ഇപ്പൊ സാറിന്റെ പേരിൽ വലിയൊരു അഴിമതി കേസ് നടക്കുന്നുണ്ടല്ലോ. അത് ഈ ഒരു കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അന്ന് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് എന്താണ് അവർ സാറിന്റെ മേലിൽ ആരോപണം ഉന്നയിച്ചത്? ആരോപണം അന്ന് ഈ ഇതിന്റെ ആഴം കൂട്ടാൻ വേണ്ടി വലിയ ഷിപ്പ് വരണമല്ലോ, നല്ല കൂടുതൽ കാർഗോ വരത്ത് വരത്തുള്ളൂ. ആഴം വേണം. അപ്പോൾ ഈ ആഴം വേണമെങ്കിൽ അതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഡ്രഡ്ജറിലായിരുന്നു തുറമുഖ വകുപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഈ തുറമുഖ വകുപ്പിൽ തന്നെ കൊല്ലം തുറമുഖത്ത് ഈ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ഡ്രഡ്ജർ എവിടുന്ന് എവിടുന്ന് വാടകയ്ക്ക് എടുത്ത് അവിടെ ചെയ്തു. അപ്പോൾ അന്ന് ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി കൊല്ലത്തു നിന്നുള്ള ഒരു മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നല്ലൊരു മിനിസ്റ്ററായിരുന്നു. അപ്പം ഗുരുദാസൻ എന്നല്ലേ, ഗുരുദാസൻ കൊല്ലത്തു നിന്നുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വിജയകുമാറും കൂടെ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം, ഈ ഡ്രഡ്ജിങ്ങിൻ്റെ തുറമുഖ വകുപ്പാണ് കൊടുക്കേണ്ടത് പേയ്മെൻറ്റ്, കൊല്ലം തുറമുഖം. അപ്പോൾ ഇവർ പറയുന്നത് ഇതിൻ്റെ ആഴം 7 മീറ്ററിൽ നിന്ന് 9 മീറ്റർ ആക്കിയെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, 7 മീറ്ററിൽ നിന്ന് 9 മീറ്റർ ആക്കിയെന്നോ? 7 മീറ്റർ എന്ന് വെച്ചാൽ വെള്ളത്തിനടിയിലാണല്ലോ, അപ്പോൾ 10-20 അടിയാണേ. അപ്പോൾ അത് ആര് പോയി എങ്ങനെ നോക്കിയെന്ന് ചോദിച്ചു. ആ പറഞ്ഞു ഇവർ ഈ കല്ലിട്ടിട്ട് ഇങ്ങനെ ഇതിലാണ്. അപ്പോൾ ഇത്രയും ബേസിൻ മുഴുവൻ ഇങ്ങനെ എല്ലായിടത്തും 9 മീറ്റർ ആയോ? അപ്പോൾ അത് എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഇത് ഒരു ഭയങ്കര അഴിമതി നിറഞ്ഞ മേഖലയാണ് ഈ ഡ്രഡ്ജിങ് എന്നുള്ളത് മനസ്സിലായി. അത് ഈ വാടകയ്ക്ക് വരുന്ന ഈ ഷിപ്പ് അവർക്ക് ഇത്ര ഡ്രിഫ്റ്റ് ആയി എന്ന് പറയുന്നു, പക്ഷേ ഇത് ചെക്ക് ചെയ്യാനുള്ള നമ്മുടെ സംവിധാനം വളരെ പരിമിതമാണ്. 7 എന്ന് പറഞ്ഞാൽ ഇത് 9 വരെ ആക്കി എന്ന് പറയുന്നു. നമുക്ക് ഒരു കരയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പോയിട്ട് ഇത് മുങ്ങിപ്പോയി 20 അടി മുങ്ങിപ്പോയി നോക്കാൻ പറ്റില്ല. കരയിലുള്ള റോഡാണ് നോക്കാം, പാലമാണ് നോക്കാം, കെട്ടിടമാണ് നോക്കാം, ഇതെങ്ങനെ നോക്കും? അപ്പോൾ ഇത് ഈ കടലിൽ കല്ലിടുന്ന പരിപാടിയും കടലിലെ ഈ ഡ്രഡ്ജിങ്ങും ഒക്കെ, അതുപോലെ നമുക്ക് ഡ്രഡ്ജറും ഇല്ല. അപ്പോൾ ഈ വാടകയ്ക്ക് എടുക്കുന്നതിന് ഭയങ്കര പൈസയാണ്. അപ്പോൾ അന്നാണ് ഈ ഗുരുദാസൻ മിനിസ്റ്ററും ഈ വിജയകുമാറും കൂടെയൊക്കെ കൊല്ലത്തു നിന്നുള്ളൊരു തീരുമാനം, നമുക്കൊരു ഡ്രഡ്ജർ വാങ്ങിച്ചാലേ ഈ അഴിമതി അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം വരുന്നത്. കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിക്ക് ഇടതുപക്ഷ മന്ത്രിമാർ തന്നെയാണ് ആശയം മുന്നോട്ട് വെച്ചതും
തുടക്കം കുറിച്ചു. അല്ല, അതിനകത്ത് പ്രതിപക്ഷ ഭരണപക്ഷം എന്നുള്ള അല്ല, മന്ത്രിമാരെ ഇടതുപക്ഷം ഞാൻ വേണ്ട. പറഞ്ഞു, അല്ല, ഇടതുപക്ഷം. അന്ന് അങ്ങനെയുള്ള ചിന്ത പോലും ഇല്ല. ഞാൻ പറഞ്ഞ LDF സർക്കാരിന്റെ കാലമാണ്. അതെ, അതെ. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്. ഈ രണ്ട് മന്ത്രിമാർ ഞങ്ങൾ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ അന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അവിടെ മീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ കൊല്ലം തുറമുഖത്തിൻ്റെ ഡ്രഡ്ജിങ്ങിലെ ഈ ഒരു വാടകയ്ക്ക് എടുക്കുന്ന ഡ്രഡ്ജർ കൊണ്ടുള്ള ഒരു അഴിമതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പം അതിന് വീണ്ടും ഭരണാനുമതി ഗവൺമെൻറ് തന്ന് ബഡ്ജറ്റിൽ അതിൻ്റെ പൈസ വെച്ച് അത് സർക്കാരിലുള്ള സെക്രട്ടറിമാരും IAS എല്ലാവരും കൂടെ കൂടിയിരുന്ന് തീരുമാനിച്ച ഒരു കാര്യത്തിന് അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നീചന് ജേക്കബ് തോമസിനെ മാത്രം ക്രൂശിച്ചാൽ മതി. അയാളൊരു ക്രിമിനൽ ആയതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത്. സാറിന്റെ ഫോട്ടോ അതേ ഒരുമിച്ചോട് ഞാൻ കണ്ടു. വളരെ അടുത്ത് നിന്ന് നിങ്ങൾ വലിയ സൗഹൃദ ഇടപെടൽ. ശ്രീ പിണറായി വിജയന് ആയിട്ട് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നത് 2016 ഈ അഴിമതി വിരുദ്ധ ദിനം. അഴിമതി വിരുദ്ധ ദിനത്തിൽ, അതായത് ഡിസംബർ 9-നാണ്. അന്ന് VJT ഹാളിൽ മറ്റൊരു സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചു, അഴിമതി കേരളത്തിൽ തുടച്ചു നീക്കാൻ വേണ്ടി. ഞാൻ വിജിലൻസ് ഡയറക്ടറാണ്, അദ്ദേഹം വിജിലൻസിന്റെ മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി. വലിയ സംഭവം അല്ല, അന്ന് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അഴിമതി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കല്ല, നാട്ടുകാരത് കണ്ടുപിടിക്കും. രണ്ട് മൊബൈൽ ആപ്പുകളുടെ ഒരു ലോഞ്ചിങ്, അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം, അതായത് വെറുതെ കാണിക്കല്ല, അത് നമ്മൾ തുടങ്ങി, അത് ടെസ്റ്റ് ചെയ്ത് കേരളത്തിലുള്ള എവിടെയെങ്കിലും ഒരു അഴിമതി എന്ന് നാട്ടുകാർക്ക് തോന്നുന്ന ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിഷ്വലോ അല്ലെങ്കിൽ പടവോ ഫോട്ടോ എടുത്തിട്ട് ഈ ആപ്പിലേക്ക് ഇടാം. 2 ആപ്പ്, റേസിംഗ് കേരള, ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു സാധനം വന്ന് ഡിസംബർ 9-ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. അന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല, പിണറായി വിജയന് ഞാനും കൂടെ കൂടിയെന്ന് കൂട്ടിയാൽ മതി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാമല്ലോ. അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി 2 മൊബൈൽ ആപ്പുകൾ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അത് ലോഞ്ച് ചെയ്തത്, 2016 ഡിസംബർ 9-ന്. അത് ഞാനും അദ്ദേഹവും സ്റ്റേജിൽ അന്നുണ്ട്. പക്ഷേ അത് കുറച്ചങ്ങ് ഈ ആപ്പിൽ ഈ അഴിമതികൾ ഇങ്ങനെ കുറേ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അങ്കലാപ്പ് ഉണ്ടാക്കി കാണും. അതുകൊണ്ടാണ് പിന്നെ ആപ്പിന്റെ പ്രവർത്തനം നിർത്തി. ഗവൺമെന്റ് നിർത്തി. സാറിന് അപ്പോൾ അത് തടയാൻ പറ്റിയില്ല. അപ്പം എന്നെ വിജിലൻസിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തടയുന്നത്. സാറ് മാറ്റി കഴിഞ്ഞാൽ അതെ, മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മളെ പ്രശ്നം ആരംഭിക്കുന്നത് എവിടെയാ? അല്ല, നമ്മള് കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി അവസാനിച്ചില്ലല്ലോ, വിവാദം അത് കഴിഞ്ഞിട്ടാണ്. കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി 2010 അതിങ്ങനെ മുന്നോട്ട് പോയി. ഈ ഡ്രഡ്ജറിന് വാങ്ങിക്കുന്നത് അത് ഗവൺമെന്റിൽ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ഗവൺമെന്റ് ജിയോ ഇറക്കി, അത് വാങ്ങിച്ചു. ഗവൺമെന്റിൽ നിന്ന് പണം കൊടുക്കുന്നു, SBI മുഖാന്തരം പണം കൊടുക്കുന്നത്. അതിന് ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒറ്റയാളെ മാത്രം പ്രതിയാക്കിയിട്ട് പിന്നീട് ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ട് എന്നെ മാത്രം കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു കേസാണ്. അത് ഹൈക്കോടതി കോഷ് ചെയ്തിട്ടും പിണറായി വിജയൻ വലിയ പണം മുടക്കുന്ന നാട്ടുകാരുടെ പൈസ കേട്ടോ, പൈസ മുടക്കി സുപ്രീം കോടതിയിൽ എനിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴുണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട്. അല്ല, എന്റെ ചോദ്യം അല്ല, വിവാദം കോസ്റ്റൽ ഷിപ്പിംഗ് അതിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പം പിണറായി വിജയൻ്റെ ആ കാലഘട്ടത്തിലോ പിന്നീട് ഞാൻ പോകുന്ന ശേഷം 2014 ഞാൻ അവിടെ നിന്ന് തുറമുഖ വകുപ്പിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. അതോടെ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി അത്രയും കാലം ഞങ്ങൾ പണിയെടുത്തത് മുഴുവൻ ഫുൾ സ്റ്റോപ്പ് നിന്നു. എന്ത് കാരണം പറഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഭരിച്ച കക്ഷികളോട് ചോദിക്കണം. ഇങ്ങനെ പക്ഷെ വീണ്ടും അത് വെളിച്ചം കാണുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ വന്നപ്പോഴത്തേക്കും വീണ്ടും കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കും. അതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻലാൻഡ് നാവിഗേഷൻ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. VD സതീശൻ എന്ന് പറയുന്ന കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്കും അതേ വീണ്ടും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ 2010 തുടങ്ങിയ ഈ പദ്ധതി ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരോ അല്ലെ തുറമുഖ വകുപ്പ് മന്ത്രിമാരോ തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ഇപ്പോഴാണ് 2026 അത് അതിൻ്റെ ഇടയ്ക്ക് വിവാദം മാത്രമായിരുന്നു. അപ്പോൾ വിവാദം ഉണ്ടായതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 തുടങ്ങിയ പദ്ധതി നമ്മൾ കുറച്ച് കാലത്തിന് മുമ്പേ ആയിപ്പോയി. 2 കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രി ഇപ്പോഴേ വന്നുള്ളൂ. അതുവരെ വിവാദമായിട്ട് നിന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിവാദമല്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാലത്തിന് മുമ്പേയുള്ള കാഴ്ചപ്പാട് സ്വകാര്യ മേഖലയിൽ ചെയ്യുന്നത് പോലെ പ്രതിബദ്ധതയോടെ ചെയ്യാൻ ഉള്ള സാധ്യത കേരളത്തിലില്ല. പ്രബുദ്ധത എന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ ഒന്നാമത്തെ ഒരു നമ്പർ 1 ശത്രു, കേരളത്തിൻ്റെ ശത്രു. നമ്മൾ എവിടെ എന്ത് എഴുതിയാലും വായിച്ചാലും പറഞ്ഞാലും മാധ്യമങ്ങളിലുമൊക്കെ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന കേരളം, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കേരളം, പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, ബുദ്ധിശക്തിയിലും എല്ലാത്തിലും വിവരത്തിലുമൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം എന്നുള്ള ആ ഒരു
ഒരു നറേറ്റീവ് ആണ് കേരളത്തിൻ്റെ ഒന്നാമത്തെ ശത്രു. ഈ നറേറ്റീവ് മാറ്റി നമ്മൾ നമ്പർ 1 സാക്ഷരത അല്ലെ പ്രഭുത്വ എന്നൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ കേരളം രക്ഷപ്പെടുള്ളൂ. അതിൻ്റെ വീണ്ടും ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ KT ജലീൽ എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രി, അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറയുകയാണ് ഇവിടെ എഴുതാനും വായിക്കാനും അറിയാവോ എന്നുള്ളത്. എഴുതാനും വായിക്കാനും അറിയാം. പ്രബുദ്ധത എന്ന് പറയുന്നതും സാക്ഷരത എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ നമ്പർ 1 പറയുന്ന അത്ര നറേറ്റീവ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കെട്ടിക്കൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുൻ മന്ത്രിയായ KT ജലീൽ, അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം കൊണ്ട് നോക്കിയിരുന്ന ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് 2026 ജൂലൈ മാസം പറയുകയാണ് എഴുതാനും വായിക്കാനും അറിയാവോന്ന്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരിക്കുന്ന ഒരു മന്ത്രി കേരളമെന്ന് എഴുതുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു ആളുകൾ കൂടി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേരളമെന്നല്ല എഴുതാൻ പകച്ചു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് സാക്ഷരതയാണ് ഇവിടെയുള്ളത്? അതാണ് കേരളത്തിൻ്റെ ഒന്നാമത്തെ ശത്രു. അങ്ങനെയുള്ള ആ നറേറ്റീവ് അതൊന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് അറിഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും ഒഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കപ്പ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്, പിന്നെ അങ്ങോട്ട് ഒഴിക്കാൻ പറ്റുന്ന സ്പേസ് ഇല്ല. അതാണ് കേരളത്തിൻ്റെ കുഴപ്പം. നമ്മളിങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുക ഈ പ്രഭുത്വത കൊണ്ടും വിവരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും. പക്ഷേ അതിലൊരു സ്വല്പം ഒന്ന് കാലിയാക്കി എന്നാൽ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഒഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിക്കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും. അപ്പം ഈ തുറമുഖ വകുപ്പിലെ സാറിൻ്റെ ഇടപെടൽ രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് കാര്യമായ വിഷമം ഉണ്ടാക്കി. അതെന്തായിരിക്കും അവരുടെ സ്വകാര്യ ബിസിനസ് താല്പര്യങ്ങൾ? ഈ തുറമുഖ വകുപ്പിൽ ഞാൻ ചെയ്ത പല കാര്യങ്ങൾ ചെയ്തതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ 2010 മുതൽ ഞാൻ പോരുന്ന 2014 മാർച്ച് വരെ. രണ്ടാമത്, കേരളത്തിൽ ഇത്രയധികം വെള്ളവും ഇത്രയധികം കായികശേഷിയുള്ള ആളുകൾ ഉള്ളിടത്ത് മാരിടൈം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർക്കാർ മേഖലയിൽ വളരെ പരിമിതമാണ്. മാരിടൈം വിദ്യാഭ്യാസം. അതേസമയം ലോകത്തിൽ ഈ മാരിടൈം മേഖലയിൽ കുറേ തൊഴിൽ സാധ്യതകളുണ്ട്. ഫിലിപ്പീൻസൊക്കെയാണ് അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്. കേരളത്തിന് ആ മേഖലയിൽ തൊഴിൽ സാധ്യത കുറേയധികം സൃഷ്ടിക്കാൻ പറ്റും. അതിന് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള 36ഓളം കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ 36 കോഴ്സുകൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് അത് ബോംബെയിൽ ഈ നോട്ടിക്കൽ അഡ്വൈസറും മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് അതിൻ്റെ സാങ്ഷൻ തരേണ്ടത് ഈ കോഴ്സുകൾ നടത്താൻ വേണ്ടി. നമ്മൾ ഈ AICT നൽകണമല്ലേ മറ്റേ ടെക്നിക്കൽ ചില എന്ന് പറഞ്ഞ പോലെ ഈ മാരിടൈം മേഖലയിൽ മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിക്കൽ അഡ്വൈസറൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോംബെയിൽ പോയി ഇതിൻ്റെ പ്രസൻറ്റേഷൻ കൊടുത്തു. അപ്പോൾ അതിനുള്ള രൂപരേഖ പഠിച്ച ശേഷമാണ്. എന്നിട്ട് നീണ്ടകരയിൽ ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് പണിതു, കൊടുങ്ങല്ലൂരാണ് പണിത്. ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ അവിടെ പ്രേതം പോലെ നിൽപ്പുണ്ട്. കാരണം എന്നെ അവിടെ നിന്ന് മാറ്റിയ ശേഷം എന്നെ എങ്ങനെയെങ്കിലും വേട്ടയാടുക, ഈ നീണ്ടകരയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിതതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് അതും വിവാദമാക്കി. അപ്പോൾ മാരിടൈം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത നടപടികൾ മുഴുവൻ അവിടെ ഫുൾ സ്റ്റോപ്പാക്കി. 2014 ഞാൻ പോന്നപ്പോൾ അത് വിവരമില്ലാത്ത മുഖ്യമന്ത്രിമാർ ഇവിടെ ഭരിച്ചത് കൊണ്ടുള്ള, അതുപോലെ വിവരമില്ലാത്ത ആൾക്കാർ അത് പിന്നീട് ഇവിടെ ഭരിച്ചുകൊണ്ട്. പക്ഷേ വീണ്ടും ഇപ്പം ഒരു കാഴ്ചപ്പാടുള്ളൊരു മുഖ്യമന്ത്രി ഇപ്പം വന്നിട്ടുണ്ട്. അദ്ദേഹം അത് വീണ്ടും പൊക്കിക്കൊണ്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. കാരണം കാഴ്ചപ്പാടുള്ള മുഖ്യമന്ത്രിയാണ്. വ്യക്തിയോടുള്ള വിദ്വേഷം നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ആ പദ്ധതിയോടും കൂടി. അതെ, നീണ്ടകരയിൽ ഇപ്പോഴും അവിടെ കാരണം വളരെ അനുയോജ്യമാണ്. കടലൊരു സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ കായൽ, ഒരു പുഴ, അത്രയും അനുയോജ്യമായ മാരിടൈം എഡ്യൂക്കേഷൻ അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഈ മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റും നോട്ടിക്കൽ അഡ്വൈസറും ഒക്കെ പറഞ്ഞതനുസരിച്ച് പണിത ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കാട് കയറി കിടക്കുകയാണ്. 10-12 വർഷമായിട്ട്. അതിന് ഉത്തരം പറയേണ്ടതൊക്കെ പിണറായി വിജയനാണ്. അല്ല, അപ്പൊ സാറ് ഇത്രയും കാലം എന്നിട്ട് അത് വിവാദമാക്കുക. അപ്പം വിവാദം എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ വിവരമില്ലാത്തവർ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. അല്ല, അപ്പൊ സാറിനുള്ള വിദ്വേഷമാണ് ഇപ്പോഴും കേസായി തുടരുന്നത്. പറഞ്ഞില്ല. അല്ല, പിന്നീട് സാറിന്റെ പ്രൊമോഷൻ ഓരോ രംഗത്തും മാറ്റി വിരമിക്കുന്ന സമയത്തേക്ക് പോലും ഒരു പ്രതികാരത്തിന്റെ ആവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിൽ DGP റാങ്കിലുള്ള ഒരാളെ അതിന് മുമ്പ് ഒരിക്കലും MD ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ലല്ലോ, അതിൻ്റെ ചരിത്രത്തിലില്ല. കാരണം അത് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് 1924 മറ്റോ തുടങ്ങിയ സാധനമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ്. അവിടെ അവിടുത്തെ ഒരു ഷൊർണൂരിന് അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് പട്ടാമ്പിയിൽ. അവിടെ നെല്ല് ഗവേഷണ കേന്ദ്രവും അതുപോലെ അതിൻ്റെ ഇംപ്ലിമെൻസിന് വേണ്ടി ബ്രിട്ടീഷുകാർ വളരെ കാഴ്ചപ്പാടോടെ തുടങ്ങിയതാണ്, കൃഷി വികസിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഒരു DGP റാങ്കിലുള്ള ഒരാളെ അവിടെ MD ആയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ തോന്നി
ഒരു DGP റാങ്കിലുള്ള ഒരാൾ വേണം നമ്മുടെ തൂമ്പ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. പിണറായി വിജയന് കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് കൃഷിയൊക്കെ പഠിച്ച ഒരാളെ മെറ്റൽ ഇൻഡസ്ട്രീസിൽ തൂമ്പ ഉണ്ടാക്കാൻ വേണമെന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാന് മാത്രമേ തോന്നിയുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നെ പോസ്റ്റ് ചെയ്തു. അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അദ്ദേഹത്തിന് മഹത്വം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാണാറുണ്ടോ? അടുത്ത കാലത്ത് എങ്ങനെ കണ്ടിരുന്നു? എപ്പോഴും വിരമിച്ച ശേഷം എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് മുഖാമുഖം കാണേണ്ടി വന്നോ ഈ കേസ് നടക്കും? ഈ പിണറായി വിജയനെ ഇവിടുത്തെ സാധാരണ ഏതെങ്കിലും മനുഷ്യന് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പോകുമ്പോൾ കാണാൻ പറ്റുമോ? സാബു കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. സാധാരണക്കാരായ മനുഷ്യർക്ക് മലയാളികൾക്ക് ശ്രീ പിണറായി വിജയനെ എങ്ങനെ കാണാൻ പറ്റും? അദ്ദേഹം എന്താ പറയുക, കുറേ വാഹന വ്യൂഹങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ പോവുകയും, അതുപോലെ ക്ലിപ്പ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ക്ലിപ്പ് ഹൗസിൻ്റെ മതിലിൻ്റെ പൊക്കം കൂട്ടി അതിൻ്റെ മുകളിലും വലിയ ഈ ഇസ്രായേലിന് പോലും ഇത്രയും വലിയ തുടർച്ചയായി 2 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. പാർട്ടിയുടെ വിജയമോ അല്ലെങ്കിൽ അവരുടെ ആസൂത്രണമല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം 3ാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രി ആകുമായിരുന്നല്ലോ. 3ാമതാണ് മറ്റാരുണ്ടെന്നൊക്കെയുള്ള പ്രചരണമൊക്കെ വന്ന് UDF ടീം വന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു. ഇപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ റോൾ ഒരിക്കലും കുറയുന്നില്ല. പാർട്ടി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിപ്പോ അദ്ദേഹം കേരളത്തെ നയിക്കാൻ, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളതായിരുന്നു ഇലക്ഷന് മുമ്പ് പുള്ളി എഴുതി വെച്ചത്. അപ്പൊ ജനങ്ങള് പറഞ്ഞു നിങ്ങൾ അല്ലാതെ വേറെ ഇവിടെ ആമ്പിള്ളേരുണ്ട് എന്ന് ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം അത് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തു. ഈ പാർട്ടിയെ നയിക്കാൻ ഞാനല്ലാതെ വേറെ ആരുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഇപ്പോഴും പുള്ളിയാണ് നയിക്കുന്നത്. അല്ല, ഭരിക്കുമ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും പാർട്ടിയും ഭരണവും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അത് വലിയ കഴിവല്ലേ? തീർച്ചയായിട്ടും ഭരണം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലായിരിക്കണമല്ലോ. അല്ല, അതേ ആഗ്രഹിച്ച പോലെ പാർട്ടി നിന്നു എന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടും 13 വർഷത്തോളം ആയിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ അച്യുതാനന്ദൻ ഗ്രൂപ്പ് അതിനെ ഒതുക്കുക എന്നൊക്കെയുള്ള നടപടികളും, പാലക്കാട് അവരുടെ സംസ്ഥാന സമ്മേളനം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നടപടികളൊക്കെ വന്നപ്പോഴത്തേനും അപ്പോൾ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ കീഴിലായി. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഇപ്പോൾ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ, അന്ന് ഫയൽ വരെ ഈ അവിടുന്ന് AKG സെന്ററിൽ പോയി സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ പാർട്ടിയുടെ ആൾ തീരുമാനം എടുത്താൽ മാത്രമേ അവിടെ ഗവൺമെന്റ് തീരുമാനം വരുന്നതൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അത് അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല.